ഒരു വാക്ക് പറയാണ്. As a servant of God, I would like to say this to you. ദൈവം എനിക്ക് തന്നൊരു നിയോഗം നിങ്ങളോട് പറയാണ്. And there is an appointment which is God given to me. പ്രതീക്ഷിക്കാത്ത സമയത്താണ് ലോകത്ത് പലതും സംഭവിക്കാൻ പോകുന്നത്. And there are so many things going to happen in this world when we least expect it to happen. ആമേൻ, സ്തോത്രം. അതെല്ലാം ഭൂമിയുടെ തകർച്ചയായിരിക്കും. And those things will lead to the destruction of this world. അനേകർ നിരാശയിലേക്ക് പോകും. Many people will go to despair. അനേകർ ആത്മഹത്യ ചെയ്യും. Many people will commit suicide. ആമേൻ, കാരണം അവർക്ക് നിൽക്കാൻ പറ്റത്തില്ല. Because they will not be able to stand. എന്നാൽ ദൈവമുള്ളവർക്കൊന്നും ഭയപ്പെടേണ്ട. But for the people of God, we don't have anything to fear. സകല സാമ്പത്തിക നിലങ്ങളും തകരപ്പെടും. And all the financial systems are going to break. പലരുടെയും ജോലികൾ നഷ്ടപ്പെടും. Many people's job are going to go away. അനേക ബാങ്കുകൾ നഷ്ടത്തിലാണ്. Many banks are going to be in trouble. നമ്മളാരും ചിന്തിക്കുന്ന നിലയിലല്ല ലോകത്തിന്റെ പോക്ക്. The way the world goes is not the way we think. ആമേൻ, സ്തോത്രം. വളരെ കഠിനമായ നാളുകളാണ് മുന്നിലുള്ളത്. And ahead of us are very tough times. ആമേൻ, അതുകൊണ്ട് ദൈവത്തോട് അടുത്ത് നിന്നു. And these are the times when we should come close to God. ദൈവമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം. And biggest treasure that we have is God. ആമേൻ, ദൈവത്തെ വിട്ടു ഒരു കാര്യം ചെയ്യില്ല. We should never do anything apart from God. എല്ലാറ്റിനും മതിയായ ദൈവമാണ്. And God is enough for everything. നമുക്ക് ദൈവത്തെ എഴുന്നേൽക്കാം. Let's all stand up in the presence of God. എല്ലാവരും ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിക്കാം. Let's all praise God one more time. Oh, Ribalashetalastas. Primanomios litus tibi English. മഹോന്നതനീ മഹോന്നതനീ ഇവൽകാരാ പ്രേമ കാന്തനികാരാ യേശു മഹോന്നതനീ മഹോന്നതനീ ഇവൽകാരാ പ്രേമ കാന്തനികാരാ സുന്ദരരൂ കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടികൊണ്ടു മരിച്ചവരും മശിഹായോട് വാഴുമനാട്ടി കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടികൊണ്ടു മരിച്ചവരും മശിഹായോട് വാഴുമനാട്ടി യേശു മഹോന്നതനോ മഹോന്നതനീ വിഗംഗാനാ കാന്തനികാനാ യേശു മഹോന്നതനീ മഹോന്നതനീ വിഗംഗാനാ കാനാ പൊന്മണി മാലയാമേ എനിക്കു തരൂ ശുദ്ധവസ്ത്രം അതനീനെ ധരിപ്പിക്കുമല്ലേ പൊന്മണി മാലയാമേ എനിക്കു തരൂ ശുദ്ധവസ്ത്രം അതനീനെ ധരിപ്പിക്കുമല്ലേ കണ്ണുനീരാകെ ഒഴിഞ്ഞിടുമേ ആയിരമാണ്ടും വസിക്കുന്നവരുടെ നാട്ടിൽ എനിക്കൊരുക്കിയ വീട്ടിൽ കണ്ണുനീരാകെ ഒഴിഞ്ഞിടുമേ ആയിരമാണ്ടും വസിക്കുന്നവരുടെ നാട്ടിൽ എനിക്കൊരുക്കിയ വീട്ടിൽ യേശു മഹോന്നതനോ മഹോന്നതനീ വിഗംഗാനാ പ്രേമ കാന്തനികാനാ യേശു മഹോന്നതനീ മഹോന്നതനീ വിഗംഗാനാ പ്രേമ കാന്തനികാനാ പകൽ ചേർന്ന് പഠിക്കേ ഓ വിധമായൊരു
ജീവികൾ വാഴുമാവിടേ പകലില്ലാവിടേ ശോധമായൊരു നാട് ജീവികൾ പാടുമാവിടേ ജീവജലനദി ഉണ്ടാവിടേ ജീവമരങ്ങളുമായിരകൾ ഒരു ജീവജലനദി ഉള്ളവിടെ ജീവമരങ്ങളും ആയിരകൾ ഒരു ജനയാ എല്ലാ ഉള്ളത് ആകൂ ദേവാ നിന്ന ഓ എല്ലാ ഉള്ളത് ആകൂ ദേവാ ನಿನ್ನ ಪ್ರೀತಿಸಿದ ನನಗೆ ನಾನಾಂಧಕಾರದಿ ನಡೆದರು ಬೆಂಕಿಯಲ್ಲಿ ಹಾಕಲ್ಪಟ್ಟರು ಕಾಣಾಂಧಕಾರದಿ ನಡೆದರು ಬೆಂಕಿಯಲ್ಲಿ ಹಾಕಲ್ಪಟ್ಟರು ಜೊತೆಯಿಂದ ಇರುವೆ ದೇವಾ ನಿನ್ನ ವಾಗ್ದಾನ ನೆರವೇರುವುದು ನಿನ್ನ ಜೊತೆಯಿಂದ ಇರುವೆ ದೇವಾ ನಿನ್ನ ವಾಗ್ದಾನ ನೆರವೇರುವುದು ಕಣ್ಣು ಕಾಣಲಿಲ್ಲ ಕಣ್ಣು ಕಾಣಲಿಲ್ಲ ಮನಸ್ಸು ಇಸಲಿಲ್ಲ ನನಗಾಯಿಟ್ಟಿದರು ಎಲ್ಲ ಒಳ್ಳೆ ನಾನು ದೇವಾ ನಿನ್ನ ಪ್ರೀತಿ ನನಗೆ ಎಲ್ಲ ಒಳ್ಳೆ ಆಗು ದೇವಾ ನಿನ್ನ ಪ್ರೀತಿಸಿದ ನನಗೆ ಬಂಧು ಮಿತ್ರರು ನನ್ನ ಕೈ ಬಿಟ್ಟರು ಆತ್ಮೀಯರು ನನ್ನ ದೂಷಿಸಿದರು ಓ ಬಂಧು ಮಿತ್ರರು ನನ್ನ ಕೈ ಬಿಟ್ಟರು ಆತ್ಮೀಯರು ನನ್ನ ದೂಷಿಸಿದರು ನಿನ್ನ ಕೃಪೆಯೇ ನನಗೆ ಸಾಕು ದೇವಾ ನಿನ್ನ ವಾಗ್ದಾನದಲ್ಲಿ ನೆರವೇರುವುದು ನಿನ್ನ ಕೃಪೆಯೇ ನನಗೆ ಸಾಕು ದೇವಾ ನಿನ್ನ ವಾಗ್ದಾನದಲ್ಲಿ ನೆರವೇರುವುದು ಕಣ್ಣು ಕಾಣಲಿಲ್ಲ
വളരെ ശ്രദ്ധയോടെ ദൈവവചനം കേൾക്കണം. We need to carefully listen to the word of God. We should be very keen and ഞാൻ listen to God's word. ദൈവവചനത്തിനും ആരാധനയ്ക്കും തുല്യ പ്രാധാന്യം കൊടുക്കുന്നു. I give a lot of importance to God's word and equally importance to the worship as well. ഈ പുസ്തകം കഴിഞ്ഞേ ഉള്ളൂ ബാക്കി സകല കാര്യങ്ങൾ. Praise the Lord. Apart from this book, there's nothing else. The book is very important. The word of God is very important. ദൈവത്തിന്റെ മനസ്സിലുള്ളത് അക്ഷരങ്ങളായി വാക്കുകളായി എഴുതി തന്നിരിക്കുന്നതാണ് ബൈബിൾ. Praise the Lord. The Bible is the word of God, and God has written what is in his heart, and that is given to us to read. It's not just to show that we've got different Bibles in our hands, but rather to read the word of God, to put it into practice. That's why he gave the word of God to us. സകല അനുഗ്രഹങ്ങളും സകല അത്ഭുതങ്ങളും സകല നന്മകളും ഇതിനകത്തൂടെ ലഭിക്കും. Praise the Lord. Every blessing that you need to get is through his word, by receiving the word, reading the word, putting it into practice in your lives. That is why he gave us word. ആമേൻ. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 5-ാം വാക്യവും 6-ാം വാക്യവും വായിക്കും. Exodus 19:5 and 6. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജത്വവും വിശുദ്ധ ജനവുമാകും. ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങളാകുന്നു. നാം ഈ സ്തോത്രം നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കുവാൻ കഴിഞ്ഞല്ലോ. നിങ്ങൾ അവരുടെ ലാംഗ്വേജിൽ വേണ്ടി ഒന്ന് വായിച്ചോ. മലയാളം, ഇംഗ്ലീഷ്, തെലുങ്ക്, തമിഴ്, കന്നഡ, എനി ലാംഗ്വേജ്. നാം ഈ സ്തോത്രം നിങ്ങൾ സ്വന്തമായി വായിച്ചു കൊള്ളുക. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും. The word of the Lord says, now therefore, if you will obey my voice indeed, എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ, and keep my covenant, നിങ്ങൾ എനിക്ക് സകല ജാതികളിൽ വെച്ച് പ്രത്യേക സമ്പത്ത്. praise the Lord. God says, you will be mine own possession, ഭൂമിയൊക്കെയും എനിക്കുള്ളതാണ്. because the earth is mine. 6-ാം വാക്യത്തിൽ വായിച്ചപ്പോൾ, Verse 6, നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വവും you will be a kingdom of priests, വിശുദ്ധ ജനവുമാകും. a holy nation to me. ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ട വചനങ്ങൾ. These are the words that God gave the man of God to share with the children of Israel. അല്ല, രക്ഷിക്കപ്പെട്ട പെന്തക്കോസ്തുകാരെന്ന് അവകാശപ്പെടുന്ന ദൈവമക്കൾ എന്ന് പറയുന്നവരെല്ലാം ഈ വചനം നിങ്ങൾ കേൾക്കണം. All of us that we say that we are a child of God, redeemed with the blood of the Lamb, we've been born again, and we've obeyed all that the Lord has commanded us to be. You need to listen to this very carefully. ദൈവം എന്തിനാണ് ഇസ്രായേലിനെ തന്റെ ജനമായി തിരഞ്ഞെടുത്തത്? Why did God choose the children of Israel to be his own nation? ആമേൻ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, What is the reason? ഇസ്രായേൽ മാത്രമല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. It was not only Israel that was there then during those times. വേറെ ഒരുപാട് ജാതികളുണ്ട്. There were other nations also. എന്നാൽ But എല്ലാ ജാതികളിൽ നിന്ന് പ്രത്യേകത യോഗ്യതയൊന്നും ഇവർക്കില്ലായിരുന്നു. they had nothing which was made them better off than the other nations that were around them. ആമേൻ. ഭൂമിയിൽ ഒരു ജനതയും ദൈവത്തിന്റെ ജനം അല്ലെങ്കിൽ ദൈവത്തിന്റെ നിക്ഷേപം എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യരല്ലെന്ന് ദൈവം അറിഞ്ഞു, അല്ലെ മനസ്സിലാക്കി. Praise the Lord. God knew, because of the wickedness of man, that man, there's no man or there's no nation which I can call my possessed treasure. There was no nation such as that did everything that pleased the Lord only. ഒന്നാമത്തെ കാര്യം നാം മനസ്സിലാക്കേണ്ടത്, One thing that we need to understand, ഇന്നുള്ളൊരു ദൈവ പൈതലായി നമ്മളോട് വന്നിരിക്കാൻ കാരണം, today the reason why we are called a child of God and why are we here, നമ്മുടെ ആരുടെ യോഗ്യത കൊണ്ട്. it's not because of my capability, my family background, not because of what I've learned. No. Praise the Lord. Praise the Lord. ഹല്ലേലൂയ. Hallelujah. യാതൊരു യോഗ്യതയൊന്നും നമുക്കില്ല. There's nothing that you can say that I am worthy to be standing or to be sitting in the presence of God today. മറ്റുള്ളവരെ നോക്കുമ്പോൾ നമ്മളെക്കാൾ യോഗ്യതയുള്ള എത്രയോ പേരുണ്ട്. When you look at to compare your own lives with another's life, you will find that they are much more capable than you and I are. ആദ്യം നിങ്ങളുടെ ചിന്തയിലേക്ക് വരേണ്ടത്, What should come to your thought first എന്നെ is, എന്തിനു തിരഞ്ഞെടുത്തു? why did God choose me? Praise the Lord. Out of all the people, why me? എല്ലാവരും ഒന്ന് പറഞ്ഞേ. All of you say, why Lord? Why me? എന്തിനാണ് എന്നെ തിരഞ്ഞെടുത്തത്? Out of all these people in the world, so wonderful, so very good, better off than me, they're healthy and they're very well, they've got better nature than me, a better character than me. Why did you choose me? എന്റെ വീട് കാണിക്കാനാണോ? Is it because that you wanted me to showcase everything that I have, my house, my vehicle, my every possession before the world? എന്റെ ജോലി, My career, എന്റെ സമ്പത്ത്, my wealth, എന്റെ സൗന്ദര്യം, my beauty. എനിക്ക് ദൈവം തന്ന ദാനങ്ങളെ
അനുഗ്രഹങ്ങളെ കാണിക്കാനാണോ ദൈവം എന്നെ തിരഞ്ഞെടുത്തത്? Praise the Lord. You need to ask God, God, why did you choose me from out of all these people more capable than me? Is it to showcase to the people or show off to everybody around me more than the giver of the gift? Do I want to showcase only the gifts to everyone around me or the giver of the gifts more than these? Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നിങ്ങൾ ഇവിടെ നിൽക്കി ചിന്തിക്കേണ്ട ഒരു കാര്യം, What we need to ponder over is ഇസ്രായേലിനെ this. ദൈവം തിരഞ്ഞെടുക്കാനുള്ള കാരണം The reason God chose the children of അവർ Israel, ചെയ്ത എന്തെങ്കിലും കാരണത്താലല്ല. it's not because they did something which was extraordinarily greater than the other nations. അവർ ചെയ്ത തെറ്റുകൾ ദൈവത്തിന് അറിയാം. God knew every flaw, every mistakes that came into their lives. അവർ ചെയ്യാൻ പോകുന്ന തെറ്റുകൾ ദൈവത്തിന് അറിയാം. And God knew also years later and even today what they would be doing. God knew it very well. എന്നാലും ദൈവത്തിന്റെ സ്നേഹത്തിലും കരുണയിലും ദൈവം ഇസ്രായേലിനെ അങ്ങ് തിരഞ്ഞെടുത്തു. But God, out of His love, His everlasting love and His faithfulness, as we sang today, He is faithful, He is strong, He is a great God. Out of all of this, He chose the children of Israel. നമ്മൾ ചിന്തിച്ചു നോക്ക്. We need to think over this. തേടി വന്നോ ദോഷിയാമെൻ. ജോഷി എന്ന് പറയുന്നതാണ് പേരല്ല, ദോഷം ചെയ്ത അല്ലെ ദോഷം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നെ തേടി വന്നോ ദോഷിയാമെൻ എന്നെയും നാഥാ തേടി വന്നോ ദോഷിയാമെന്നെയും നാഥാ ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കായി ഇത്രമാം സ്നേഹം ഉയിർ എനിക്ക് തേടി വന്നോ ദോഷിയാമെന്നെയും എന്നെയും നാഥാ. അപ്പൊ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്നെ തേടി വന്നില്ലായിരുന്നെങ്കിൽ. Praise the Lord. Just imagine your state and my state. What would it have been if my Lord did not come out and search for me? I didn't go searching for Him. He came searching. His everlasting love came in search of me. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് പറയാൻ കഴിയും, യേശു എന്നെ താങ്ങേണ്ട സമയത്ത് താങ്ങിയില്ലായിരുന്നെങ്കിൽ, എന്നെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ, എന്നെ കരുതിയില്ലായിരുന്നെങ്കിൽ, എൻ്റെ അടുക്കൽ വന്നില്ലായിരുന്നെങ്കിൽ? How many of you can say, Lord, if your love didn't come searching for me, I was in a lost state, I was in a miry clay, I was in the quicksand, I was about to be sunk, I would have gone sinking deep into that. In the midst of everything that I went through, Lord, you stretch out your arms, you stretch out your hands, and you pull me out with your everlasting love. If not, what would have been my condition today? The Psalms 124:1. ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ യഹോവ who was on our side. യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ, രണ്ടാം വാക്യത്തില് മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. വെള്ളം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു. പരീക്ഷണങ്ങൾ, പ്രലോഭനങ്ങൾ, നദി നമ്മുടെ പ്രാണന് മീതെ കവിയുമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ. Hallelujah. തന്നെ തിരഞ്ഞെടുത്ത് ഓർത്ത് എത്ര പേർക്ക് ഒരു സന്തോഷം. Praise the Lord. How many of you are glad that Lord you selected me, you chose me, else all these things could have happened in my life. ഹല്ലേലൂയ. Hallelujah. ദൈവം എന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് സ്തോത്രം പറയാൻ എത്ര പേർ. Praise the Lord. How many can say, Lord, praise you for having chosen me from out of the many that were more privileged. ദൈവമെല്ലാം നമ്മെ സഹായിച്ചു. Look at the different places or the different stages in your life as to when He came and helped you out of the situation that you were in. ദൈവത്തിന്റെ സ്നേഹവും കരുണയും എന്നെ തേടി വന്നു. His love and His faithfulness came in search of me. അതാണ് ഞാൻ എഴുതിയ പാട്ടിനകത്തൊരു വരി ഇങ്ങനെ ഉണ്ടല്ലോ, നിൻ സ്നേഹത്താൽ എന്നെ
വിളിച്ചുവല്ലോ നിൻ കൃപയിൽ എന്നെ സൂക്ഷിച്ചു ഓ നിൻ സ്നേഹത്താൽ എന്നെ വിളിച്ചുവല്ലോ നിൻ കൃപയിൽ എന്നെ സൂക്ഷിക്കുന്നല്ലോ. നിൻ സമാധാനം എന്നിൽ നൽകി അന്ത്യത്തോളം എന്നെ താങ്ങിടണേ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ഈ പാട്ടിന്റെ വരികനകത്തോണ് നിൻ സ്നേഹത്താൽ എന്നെ വിളിച്ചല്ലോ, നിന്റെ കൃപയിൽ എന്നെ സൂക്ഷിക്കുന്നല്ലോ, നിൻ സമാധാനം എനിക്ക് നൽകി അന്ത്യത്തോളം എന്നെ താങ്ങി. Praise the Lord. It's because of your presence and out of your love you call me, out of your grace you kept me safe, and your peace, your everlasting peace reigns my life. ആമേൻ, സ്തോത്രം. ദൈവം ആഗ്രഹിച്ചു ഭൂമിയിൽ ഒരു പ്രത്യേക ജനം ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണ്? Why did God always, why was this desire in the heart of God that I want to choose a group of people, a peculiar nation for myself? Why did God think so? ദൈവം ആഗ്രഹിച്ച കാര്യം ഒന്നേ ഉള്ളൂ. God desired just one thing. ദൈവത്തിന്റെ ജീവിത രീതിയെ പ്രതിനിധീകരിക്കുന്ന ഒരു ജനം ഭൂമിയിൽ വേണം. God wanted just this, that I need a group of people who would show out my character, who would adopt my nature, my character within themselves and bring it out and show it to the people around them. They would be people who would be identified as God's people, who is actually showing or the shadow or everything that God wants to exhibit through his nature. They would be exhibiting in the world. That's what God wanted out of them. മനസ്സിലായോ? I hope you understand. അപ്പോൾ എന്നെ നിങ്ങളെ തിരഞ്ഞെടുത്തതിന്റെ ദൈവത്തിന്റെ ഉദ്ദേശം എന്തുവാ? So you understand why God chose you and me from out of the so many people in the world, more capable and better off than you and I. Why did God choose us? നമ്മുടെ ഇഷ്ടത്തിന് നടക്കാനാണോ? Is it to walk in your own ways, choose your own path, go however you want? നമ്മുടെ നേച്ചറിൽ പോകാനാണോ? Is it, whatever my heart's desires, I would go only according to that? Is that why? നമ്മുടെ പാരമ്പര്യത്തിൽ ജീവിക്കാനാണോ? Is it the reason why that God wanted you to follow the footsteps of your ancestors that belong to a particular group of cult? നമ്മുടെ കഴിവിലും പ്രാപ്തിയിലും ആശ്രയിച്ച് മാനാണോ? Did God choose you because whatever gifts I give you, your talents, whatever I bestow upon you, you go and use it in your own way? നമ്മുടെ സ്റ്റാറ്റസ്, നമ്മൾ വാങ്ങുന്ന ശമ്പളം, നമ്മുടെ ജോലി, നമ്മുടെ വിദ്യാഭ്യാസം, അതിന്റെ നിലയിൽ ജീവിക്കാനാണോ? Is this why that God chose you, that everything that He's bestowed upon you, your career, your education, your whatever you can boast about in your life, your beauty and all of this, is it to be used so that you can go in your own way? ആണോ? Is that why He chose you? ആണോ? ഉറക്കെ പറ. എല്ലാരും പറഞ്ഞേ, ആണോ ഹെലന്? അല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ല. God didn't choose you because of that. എഫെസ്യർ 5:1 നമ്മൾ വായിക്കുമ്പോൾ, Ephesians 1:5. അവിടുത്തെ വാക്യം എന്താണ്? ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ, പ്രിയ മക്കൾ എന്ന പോലെ, as dearly beloved children of God, be His imitators. ആമേൻ. എങ്ങനെ അനുകരിക്കാനാ? How are you supposed to imitate? ദൈവത്തെ പോലെ. Praise the Lord. As His beloved children, you need to imitate God. Be like Him. നിങ്ങൾ വചനം ശ്രദ്ധിക്കുക. ഞാൻ സ്പീഡിൽ പോയാൽ പറ്റത്തില്ല. യേശുവിനെ പോലെ, ദൈവത്തെ പോലെ നാം നമ്മുടെ വാക്ക്, നമുക്ക് ഞാൻ ഇപ്പം മിനിയോടൊക്കെ ദേഷ്യം വരുമ്പോൾ എന്താണ് നീ ആരടി എന്നൊക്കെ പല്ല് കടിക്കുന്ന രീതി ചോദിക്കാനല്ല, കോപിക്കാനല്ല, എടുത്തെറിയാനല്ല. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. വഴക്കുണ്ടാക്കാനല്ല, യേശുവിനെ അനുകരിക്കണം. I need to imitate God and I need to be in control. I have reins over my anger, over everything that I have. I need to have a control over it, not yelling and screaming and beating and all of these things. That is not what is required. ദൈവ സ്വഭാവം നമ്മളിൽ, ദൈവത്തിന്റെ ജീവിത നില ഈ ഭൂമിയിൽ പ്രതികരിക്കാനാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. God has called us to be the ones that reflect
like the moon reflects the light of the sun, God wants you and I to reflect His character, His nature, and everything that has to be done based on God's word. ദൈവം നമ്മെ തെരഞ്ഞെടുത്തതിന് ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശമുണ്ട്. Praise the Lord. The reason God chose you and me, there's a specific reason for it. എന്നെ തിരഞ്ഞെടുത്തോ. Why did He choose me? ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ When God chose children of Israel, ലോകത്തിന് രക്ഷയുടെ ഒരു വ്യക്താവാകണമെന്ന് ദൈവം അവരിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. God desired that out of this nation that I've chosen, they should be the one that leads the people of this world into salvation. അവര് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. God desired that these people should be the ones that listen, read through my word, understand everything that's there in my heart, and I want them to go about teaching the other people of the other nations also. ഭൂമിയിലെ സകല ജാതികളും സകല ജനങ്ങളും സകല വംശങ്ങളും അബ്രഹാമിൽ കൂടെ അനുഗ്രഹിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിച്ചു. God intended that through my best friend, my good friend Abraham, the entire nations of this world should be blessed. Genesis 18:18. അബ്രഹാം വലിയതും ഫലമുള്ളതുമായ ജാതിയായി തീരുകയും അവനിൽ ഭൂമിയിലെ ജാതികളൊക്കെയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമല്ലോ. അബ്രഹാം വലിയതും ബലമുള്ളതുമായ ജാതിയായി തീരുകയും. ആ തിരഞ്ഞെടുപ്പിന്റെ ദൈവത്തിന്റെ ഉദ്ദേശം നോക്ക്. Praise the Lord. See this. God knows who Abraham would become in the future. It says you're seeing that Abraham had surely become a great and a mighty nation, and all the nations of the earth shall be blessed in him. കൊട്ടാരക്കരയിലുള്ള എൻ്റെ വീട്ടില് എനിക്ക് ഏകദേശം 40 ഇപ്പാപ്പന്മാരെന്ന് എനിക്ക് വിളിക്കാനുണ്ട്. 40 പേരുണ്ട്. എൻ്റെ ഇപ്പാപ്പൻ, എൻ്റെ ഫാദറിൻ്റെ അനിയന്മാര് 40 ഇപ്പാപ്പന്മാരുണ്ട്. Pastor's house in Kottarakara in Kerala. He's got his paternal uncles, cousins of his dad. They're close to 40 plus over uncles that he's got, paternal uncles. രണ്ട് ഓർത്തഡോക്സ് പള്ളിയുണ്ട്. The two Orthodox churches. ചേട്ടൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ കുടുംബത്തിൽ 2 പള്ളിയുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ പറഞ്ഞില്ലേ. അപ്പം 2 പള്ളിക്കാരുള്ള വീട്ടിൽ നിന്ന് ഞങ്ങളെ ദൈവം ചോദിച്ചു. They've got 2 Orthodox churches within there, so many families over there. And there are 2 Orthodox churches. Out of that group of people, God chose Pastor Uncle and his family from out of that Orthodox faith. എൻ്റെ ജ്യേഷ്ഠൻ പാസ്റ്ററാണ്. Pastor's elder brother is a pastor. ഞാൻ പാസ്റ്ററായി. Pastor Uncle is a pastor. എൻ്റെ അളിയൻ പാസ്റ്ററായി. His brother-in-laws are pastors. 2 അളിയന്മാർ പാസ്റ്ററായി. 2 brother-in-laws. എൻ്റെ ജ്യേഷ്ഠൻ്റെ എൻ്റെ പെങ്ങളുടെ മരുമോനും മോളും അവർ ദൈവവേലയിലായി. Pastor's elder sister's daughter and son-in-law, they are into the work of the Lord. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ദൈവം ഒരു കുടുംബത്തെ തിരഞ്ഞെടുത്തപ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? Praise the Lord. When God chose a family, He doesn't do it just plainly, just like that, saying, okay, I randomly go about picking a group of people. No. When He chooses a group of people to be the witnesses or to reflect His glory to the others, He does it with a purpose, and that goes on generation after generation. Praise the Lord. Stotram. അപ്പോൾ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. God bless them. അപ്പോൾ ഈ അനുഗ്രഹങ്ങളെ ലോകത്ത് കാണിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. Praise the Lord. When God bless them materialistically, this materialistic blessing is not what He needs to showcase before the entire world. എന്നെ വിളിച്ച ദൈവം ആരാന്ന് കാണിക്കാൻ. Praise the Lord. It is for me to show He has given me all these materialistic blessings, everything that is required for my daily living He has given me, and through that I need to show Christ. Rather than showing the gifts itself, I need to show the giver of the gifts to the people around me. അവന്റെ വചനം പറയാനാണ്. He has chosen me not just to carry a new Bible every day, not like that. Understand the word and live as per the word and be the living word, walk in the word and show the people through this word. ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേൽ മക്കളെ, The children of Israel that God had chosen, ദൈവം അവരെ കടത്തിവിട്ടത് കഠിനമായ പരിശീലന പരിപാടിയിൽ കൂടെ അവരെ അങ്ങ് നയിച്ചു. God did not give them a life of ease, saying that I have chosen you as a nation. So then here is everything that you want. I'm not going to take you through anything. But God led them through tough paths wherein they were going through a lot of trials and tests in their lives, in their desert journey.
തിരഞ്ഞെടുത്തൊരു വ്യക്തിക്ക് ഒരു പരിശീലന പരിപാടിയുണ്ട്. Praise the Lord. When God chooses you and me, He doesn't do it just like that. He doesn't choose you and say, okay, now travel on your own and I'm not going to train you in any way. But rather, He wants you and I to become, experienced Christians. Not the ones, saying that I'm inexperienced. I'm experienced. Yes, experienced in sense. He took me through this path and I've come out. Like Job said, I've come forth as fine gold. I've gone through all this. I've experienced this. And this is where I've been promoted in my spiritual life. This is what God wants. പണ്ടൊക്കെ ഒരു ടീച്ചറെ കണ്ടാൽ അറിയാം. Earlier, when you look at a teacher, those days when you look at teachers, you'll know, okay, she's a teacher. ഇപ്പോഴത്തെ ടീച്ചറല്ല പണ്ടത്തെ. Those days, teachers are different from today. ശരിയാന്ന് അങ്ങളെ അറിയാന്ന് വേവിച്ചാൻ പറയാം. പണ്ടത്തെ സാറന്മാരെ ടീച്ചർമാരെ കണ്ടാൽ അറിയാം. പണ്ട് സാറന്മാർ പോലും അവർ മുണ്ട് പോലും മടക്കി കുത്തത്തില്ല. അവരിങ്ങനെ പിടിച്ചുകൊണ്ട് അവർ അധ്യാപകനാണെന്ന് അറിയാം അവർ പോകുമ്പോഴേക്ക്. ഇവിടെ നമ്മളൊക്കെ പോകുമ്പോൾ ഇങ്ങനെ നോക്കി നമ്മളങ്ങ് അങ്ങേ സൈഡിൽ കുളച്ചാണ്. ഇവിടെ സാറ് ഇതിലേക്കൂടെ പോകാന്നെങ്കിൽ നമ്മൾ എഴുത്തിയാടി അപ്പുറത്തിയാണ്. കാരണം അവരുടെ മുമ്പിൽ ചെല്ലാതിരിക്കാൻ വേണ്ടി എങ്കിലും അവരിങ്ങനെയൊക്കെ നോക്കാറുണ്ട്. ഭയങ്കര ഭയമായിരുന്നു, ഭയങ്കര ബഹുമാനമായിരുന്നു. ഉണ്ട് ഒരു പോലീസുകാരനെ കണ്ടാലറിയാം, ഒരു IPS കണ്ടാൽ IAS കണ്ടറിയാം, രാഷ്ട്രീയക്കാരനെ കണ്ടാലും അറിയാം. കാരണം എന്താ, അവരുടെ പരിശീലനത്തിൻ്റെ ആ നിലകൾ അറിയാം. ഇതുപോലെ ദൈവം തിരഞ്ഞെടുത്ത് ദൈവം പരിശീലിപ്പിച്ചവരുടെ ജീവിതം, അവരുടെ നിലപാടുകൾ, അവരുടെ സംസാരങ്ങൾ, അവരുടെ ഇടപാടുകൾ എല്ലാം വ്യത്യാസമാണ്. You would know during the yesteryears how the teachers were. When we look at our teachers coming by, we would be so respectful because we would fear them because the way they were and the way they presented themselves, the way they would speak, all of them made a lot of difference. Okay, and even the political realm, you look at the politicians, you will see them, all of them different kind of people in the society holding different positions. We can identify them by the way they speak and the way they conduct themselves. You will be able to distinguish that this person is this. ദൈവം പരിശീലിപ്പിച്ച ആരെങ്കിലും ഉണ്ടോ ഇവിടെ? Praise the Lord. How many of you can say, yes, the Lord has given me my own life's experience in the path that He took me. I went through a lot of my own experiences. So the words that come out from my mouth will be based only on that experience. So how many of you can say, yes, I've gone through His workshop. I've gone through His working, or I've gone through the experiences that He's led me through. കൊടുകളെ കൂടെ കൂടിളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. കൂടുകളെ കൂടെ കൂടിളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. ഓ ചിറകുകളതിന്മേ വഹിച്ചു നമ്മെ നശിച്ചിടാതെ പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. ദൈവാത്മാവ് പറയുന്നത്, the Spirit of the Lord says, ദൈവം ചിലരെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുക. praise you, Lord. Hallelujah. The Spirit of the Lord says, I am sending some of you through a process wherein I'm pruning you, I'm working on you, I'm molding you, I'm doing things in your life. Praise the Lord. I am crushing you, I'm molding you, breaking you, making you, crushing you. ഒരു ഒലിവിനെ ഞെക്കി അതിന്റെ ഓയിൽ പുറത്തു വരുന്നത് പോലെ നിന്നിലുള്ള ആത്മീക ദൈവികമായ ഗുണങ്ങൾ പുറത്തു കൊണ്ടുവരിക ദൈവം ചിലരെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Like olive seeds that are taken and they are crushed, and in order for the oil to come out of the olive seeds, it's very much required that the olive fruit be crushed. Likewise, some of you are being crushed every day, every moment, in your spirit, in your soul, in your body, every moment. You know why? That oil of the anointing has to flow through your life, and hence you are undergoing the crushing. Praise the Lord. There are some amongst the sisters who are undergoing this process. Praise the Lord. Praise you, Jesus. Yes. Hallelujah. How many of you believe, yes, Lord? I'm going through that process at the moment, Lord. Praise you for it, Lord.
Praise you, Jesus. Hallelujah. 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 Amen. Praise the Lord. ദൈവാത്മാവാണ് സംസാരിക്കുന്നത്. Spirit of the Lord speaks to us. ദൈവം ചിലരെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. God is molding, working ദൈവം upon ചിലരെ some. ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. God is preparing some for His end-time ministry. നീ തകർന്നു പോകാൻ സമ്മതിക്കത്തില്ല. Hallelujah. When you're undergoing working under His hands, never think that the potter is not watching upon you. He is watching upon you every moment. And He's molding you, He's shaping you, sending sharp objects in through you. Why? To make you that utensil which has got different designs, different patterns that can be adorned in the palace of the king to be used for His glory. ആ തിരഞ്ഞെടുത്തവരിൽ നിന്നാണ് നാം സേവിക്കുന്ന നമ്മുടെ രക്ഷകനായ മശിഹ ജനിച്ചത്. Praise the Lord. Out of the group of Israel that was chosen, the ones that went through all the tests and everything that God permitted in their lives, out of them, one of that tribe of their clan came our Lord and Savior, a Messiah, our Lord and Savior Jesus Christ. ആ യേശു ക്രിസ്തുവിൽ കൂടിയാണ് ഇന്ന് ലോകം മുഴുവനും രക്ഷയുടെ മാർഗം കണ്ടിരിക്കുന്നത്. Praise the Lord. And through our Lord and Savior Jesus Christ, the entire world is seeing the salvation. ആമേൻ. അപ്പോസ്തലപ്രവൃത്തി 4:12 വാക്യത്തിൽ Acts chapter 4 verse 12. മറ്റൊരുത്തനും രക്ഷയില്ല. നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. നാമവുമില്ല. The word of the Lord says, and in none other is there salvation, for neither is there any other name under heaven that is given among men wherein we must be saved. നിങ്ങൾ കാര്യം മനസ്സിലായോ? Do you understand? ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തപ്പോൾ ദൈവത്തിന്റെ പദ്ധതികൾ പോകുന്ന പദ്ധതി നോക്കി. Praise the Lord. When God chose one man, and through that one man all the way to salvation, look at God's incarnate plan. It's beyond our understanding. ഈ പ്രോപ്പർട്ടി കോർണർ സൈറ്റ് ഈ ലേഔട്ടിന്റെ കണ്ണായ ഭാഗത്ത് മമ്മിക്ക് ദൈവം തിരഞ്ഞെടുത്ത് കൊടുത്തപ്പോൾ നോക്കണേ, ഓരോ ദൈവത്തിന്റെ പദ്ധതി നോക്കിക്കേ. ഈ സ്ഥലത്തെക്കുറിച്ച്, എനിക്ക് ദൈവം തന്ന പ്രോപ്പർട്ടിയെക്കുറിച്ച്, നമ്മളെ വിളിച്ച വിളിയെക്കുറിച്ച്, ആമേൻ, നമ്മുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, നമ്മുടെ ട്രെയിനിങ്ങിനെ കുറിച്ച്, ദൈവം നമ്മെ ഇവിടുത്തെ കഷ്ടതകൾ, ഒറ്റപ്പെടുത്തലുകൾ, തള്ളപ്പെടുത്തലുകൾ, കുറ്റം പറച്ചിലുകൾ, അപവാദങ്ങൾ, നിന്നയിൽ കൂടെ പരിഹാസത്തിൽ കൂടെ എന്നെയും നിങ്ങളെയും ദൈവം കടത്തിവിട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ മുന്നിലുള്ള ദൈവിക പദ്ധതി. Yes, Lord, praise the Lord. My mother lost all the possessions that she had, and she was at the verge of breaking down. That's when the Lord gave her this verse from Psalm 16, which says, boundary lines have fallen for me in pleasant places, and this is a wonderful inheritance for me. And many of them bribed, the authorities in order to get a corner site like this, but my mother didn't have anything to bribe anyone, so God Himself gave this property to her, this corner site to her. He gave it with a purpose. So child of God, everything that you and I have learned in the past, the places we have worked in, all of these are experiences. The bitterness that I've went through, the envy that I've seen the hatred of men. Hypocrites are there, love on the outside, hatred on the inside. All of this I've seen come and gone out of my life. Every experiences that you've led me through, thank you, Lord. It has made me someone better. It has made me someone very good for your kingdom, not for the people outside, not for the places that I work in, but made me someone better for your kingdom. I praise and I thank you for everything I've gone through. Hallelujah. 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 എനിക്ക് ഇത്ര വിദ്യാഭ്യാസം തന്നത് എന്തിനാണ്? Father, you gave me this high in education. എന്നെ എന്തിനാണ് എന്നെ ഈ ബാംഗ്ലൂരിൽ കൊണ്ടുവന്നത്? Why did you get me to Bangalore? എന്താണ് എനിക്ക് പ്രാർത്ഥിക്കാൻ എനിക്കൊരു നിയോഗം എൻ്റെ ഉള്ളിലേക്ക് തരുന്നത്? Praise the Lord. Why is it every time that I've got a burden within me, I've got unrest within me, I know why you give it to me. You stir my soul many a times, my spirit many a times. Why? Because I know it's for me to go and sit in your presence and to show that apart from you, there's no other place that I can get peace from. That is the reason. Every stirring, I thank you. For every unrest, I thank you. Is what you need to understand, because He loves you. ഫ്രീ ടൈമിൽ ഇന്ന് പ്രാർത്ഥനയുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ പോകാമെന്ന് ഹൃദയത്തിൽ
തോന്നിയവര് പിള്ളേരെ നിങ്ങൾ എത്ര പേരുണ്ട് ഹൃദയത്തിൽ അങ്ങനെ തോന്നിയ? How many of your children say, കറക്റ്റായിട്ട് കൈ മേപ്പോട്ട് നോക്കൂ. if there's a free time today, I will want to run in the presence of God. മക്കളെ, No excursion, no outing, no picnic, nothing else, no team activity, nothing gives me happiness in comparison to going into His presence. That's where I find my happiness in. How many of you can say so? ഹല്ലേലൂയ. Praise the Lord. ഇതെല്ലാം പരിശുദ്ധാത്മാവ് ചെയ്യുന്നതാണ്. Praise the Lord. If God has chosen you, then that voidness has been put by God into you. ഞാൻ ദീർഘവർഷങ്ങൾ ജോലി ചെയ്തവനാണ്. I worked for years together. ഞാന് ദൈവം എന്റെ പ്രാണനെ ചൂടിട്ട് ആ ചൂടിനെ തണുപ്പിക്കാൻ ഞാൻ അന്വേഷിക്കുന്നിടയോടാണ് എന്നെ പരിശീലിപ്പിക്കുകയാണ്. എങ്ങോട്ട് പോകണം? മാന്നീർ തോടുകളിലേക്ക് ചെല്ലാൻ കാക്ഷിക്കുന്ന പോലെ എൻ്റെ ആത്മാവ് ജീവനുള്ള ദൈവത്തിനായി തന്നെ ആഗ്രഹിക്കുന്ന നിലയിൽ ദൈവം എന്നെ പരിശീലിപ്പിച്ചു. God sent me through a process, a training, and that training was not what the world gives me and I run towards that. That's not the training. But here the God gave me the training, and when He was sending me through that training process, my desire was not run hither and thither, but there I knew that the place that's there void within me longs for the presence of God, and that's the only place where this training process will be completed. When I go there, I learn new things from His word and understand where I stand at the moment and where are the things I need to rectify in order to get the training's promotion. That's when I come to the presence of God. David said, as the deer panteth for the waters, so my soul longeth after the living God. Hallelujah. ഞാൻ നിങ്ങളോട് ചോദിക്കണം, ഐസ്ക്രീം തിന്നുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പിന്നെ പാവയ്ക്ക തോരൻ വെച്ച് കൊടുത്താൽ കഴിയോ? A person who is eating ice cream, relishing കഴിയോ? on ice cream, would you want to also try eating some bitter gourd? ഹലോ, ദൈവ സാന്നിധ്യത്തിന്റെ മഹത്വം അറിഞ്ഞവൻ പിന്നെ ജഡത്തിന്റെ ലോകത്തിന്റെ സുഖം തന്നമോ പോവോ? A person who has experienced the goodness of the Lord, tastes and sees the Lord is good. Blessed is the man that trusts in Him when it's given God's word. Such a person, when he is offered something else, will he run behind that or will he long to come into the presence of God? ഇപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭൂതങ്ങൾക്ക് അതിന് ഉള്ളവരെ ബാധിച്ചവരെ പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം നമ്മൾ ഇത്രയും പേരെ ഉള്ളെങ്കിലും എൻ്റെ ശുശ്രൂഷകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഈ ശുശ്രൂഷ ഞാൻ ചെയ്യണേ എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നോട് കൂടെ ഇല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ഈ സാന്നിധ്യം എന്നിൽ നിന്ന് പോകുന്നതിന് എന്നെ ആകർഷിച്ചാൽ ഞാൻ പറയും നോ എന്ന് പറയും. No. Praise the Lord. Coming into the church of God, you've seen God performing signs and wonders. You've seen God working different miracles here in the church of God. And when God has to use someone, and that person, if he is not a worthy vessel, will God use such a person? Not at all. If so, if a person being used by God in a mighty manner, will he want to choose other ways of life wherein such a grace be left from his life? ദൈവം എന്നെ തിരഞ്ഞെടുത്ത ഓരോ വ്യക്തികളെ കുറിച്ച് അവർ നാളെ കുടുംബമാകുന്നു, തലമുറകളാകുന്നു, അവർ വിശാലതയിലേക്ക് പോകുമ്പോഴും എന്നെ വിളിച്ച അബ്രഹാമിനെയും സാറയും ദൈവം തിരഞ്ഞെടുത്തപ്പോൾ നോക്ക്, അവർ രണ്ടുപേരേ ഉള്ളൂ. അബ്രഹാം ഒറ്റയൊരുത്തിനെ വിളിച്ചത്. പക്ഷെ നോക്ക്, അതിൽ നിന്നൊരു നേഷൻ ഉണ്ടായി. ദൈവം അവരിൽ കൂടെ ഉള്ള ഉദ്ദേശം, അതിൽ നിന്ന് യേശു ക്രിസ്തു വന്നു. യേശു ക്രിസ്തുവിടെ മാനവരാശി മുഴുവനും രക്ഷയിലേക്ക് വരുവാനുള്ള വ്യവസ്ഥ ദൈവം ചെയ്തു. പദ്ധതി ദൈവം കൊണ്ടുവന്നു. അപ്പൊ എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തതിന് ദൈവത്തിന് പ്രത്യേക ഉദ്ദേശമുണ്ടോ ഇല്ലയോ? Praise the Lord. Hallelujah. God chose you before the foundation of the earth. God chose you when you were in your mother's womb. You came out, you grew up, and then you got married. You had your own families, and then as a family selected you. Abraham and Sarah, they were just two, but out of them came many nations as God promised, and out of one of that tribe of Judah came Abraham's descendant. Out of the tribe of Judah came our Lord and Savior Jesus Christ. If so, God has chosen you and me with the purpose, and He wants from generation to generation to generation on to carry on the reflection of Jesus Christ to others, like Abraham and Sarah. Just the two of them became the father and the mother of many nations. God has got great plans that you and I show Jesus Christ to our lives. ഉണ്ട്. ഹല്ലേലൂയ. വെറുതെ എന്നെ വിളിച്ചതല്ല. God did not just. പൗലോസ് പറഞ്ഞു, നിങ്ങളെ വിളിച്ച വിളിയുടെ ആശ ഇന്നതെന്ന് നിങ്ങൾ അറിയണം.
This is what Apostle Paul says. I pray to the God, my Father of my Lord Jesus Christ, that He give you the heart of understanding to know the hope to which He has called you. അടുത്തത് പറയുന്നത് അവൻ്റെ മഹിമാധനത്തിൻ്റെ അവകാശം. എന്നെ നിങ്ങളെയും വിളിക്കുമ്പോൾ, എന്നെ നിങ്ങളെയും തിരഞ്ഞെടുത്തപ്പോൾ സ്വർഗീയ ഭണ്ഡാരശാലയിൽ, ട്രഷറിയിൽ എനിക്ക് വേണ്ടി വെച്ച വലിയൊരു സമ്പത്തുണ്ട്. Praise the Lord. At the same time, I want you to understand this, the eternal hope to which is called eternal inheritance that is kept to His saints through Jesus Christ. You being sons of God, co-heirs with Jesus Christ to all the spiritual inheritance kept for you in heaven. And this is what Apostle Paul says. I pray that you will know what your inheritance is. മനസ്സിലാക്കേണ്ട കാര്യം, You need to understand. അടുത്ത ദൈവശക്തിയെ കുറിച്ചാണ് പറയുന്നത്. Then you see about God's power. ആ ദൈവശക്തി. അപ്പൊ ഒന്ന്, വിളിയെ കുറിച്ചുള്ള ഉദ്ദേശം മനസ്സിലാക്കുന്നു. You should know the hope to which He called you. ആവശ്യമുള്ള സകല ധനവും ദൈവത്തിന്റെ കയ്യിലുണ്ട്. Praise the Lord. Everything required for the hope to your calling, for that inheritance has been kept for you. അടുത്തത് പ്രവർത്തിക്കാനുള്ള ശക്തി, അത്യന്ത ശക്തിയും. And that the mighty power, which is the excellency power, which is required for you to accomplish everything in order to receive that eternal inheritance, that also is given you. ദൈവിക ഉദ്ദേശത്തിലേക്ക് പോകാത്ത ഒരു വ്യക്തിക്ക് നൽകുന്നതല്ല ഈ ധനം. അവൻ പോകാത്ത ഒരു വ്യക്തിക്ക് നൽകുന്നതല്ല ഈ ശക്തി. ഇതിനെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് സ്വർഗീയ ആത്മീയ അനുഗ്രഹങ്ങളുടെ യാതൊന്നും ലഭ്യമല്ല. A person who doesn't understand this, a person who's not willing to take that extra, the narrow route into getting into that promises, will never be able to get all the spiritual inheritance kept there in heaven. Neither will he understand. പുറപ്പാട് ദിവസം 19:5 വാക്യത്തില്, Exodus 19 verse 5. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അനുസരണം വളരെ പ്രധാനമാണ്. What is very important is obedience. If you obey my voice indeed. ആമേൻ. അപ്പം ദൈവ ശബ്ദം കേട്ട് അനുസരിക്കണം എന്നാണ് ഇവിടുത്തെ ആദ്യത്തെ നിബന്ധന. So the first condition that's been placed, if you have to be blessed, or if you have to be called as special possession, then first thing that you need to do is obey His voice. ദൈവ കൽപ്പനകളെ അനുസരിച്ച് നടക്കുക. You need to obey His covenant, His voice. അനുസരിച്ചാൽ If you obey, നിങ്ങൾ എൻ്റെ സ്വന്തം ജനമായിരിക്കും. you will be my own possession. നിങ്ങൾ എൻ്റെ വിലപ്പെട്ട നിക്ഷേപമാണ്, വിലപ്പെട്ടതാണ്. You'll be something which of great value to me, a great possession of mine. ഞാൻ നിങ്ങളെ പ്രത്യേക സംരക്ഷണത്തിൽ സംരക്ഷിക്കും. I would keep you secure under a special protection. You would abide. അനുസരിച്ചാൽ, if you obey, അവന്റെ ശബ്ദം കേൾക്കണം. you need to listen to His voice. അനുസരിക്കുമ്പോൾ, and when you obey, അനുസരിക്കുമ്പോൾ പ്രത്യേക നിക്ഷേപമാണ്, പ്രത്യേക വിലപ്പെട്ടതാണ്, if you listen to His voice, you obey His voice, then you'll be His own possession, സ്വന്തം ജനമാണ്, His own people. സ്തോത്രം. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മൾക്ക് ഏജിക്കാരനായിട്ടോ ചർച്ചകൂടുകാരനായിട്ടോ പെന്തക്കോസ്തുകാരനായിട്ടോ ക്രിസ്ത്യാനിയായിട്ടൊക്കെ ഭൂമിയിൽ നടക്കാം. Otherwise you can say, I belong to AG, I belong to IPC, I belong to Church of God, I belong to an independent church. You can say your denomination's name and you can just travel on this earth. ദൈവത്തിന്റെ സ്വന്തം പ്രോപ്പർട്ടി ആകുന്നതും ദൈവത്താൽ സംരക്ഷിക്കപ്പെടുന്നതും ദൈവത്തിന് വിലപ്പെട്ടതുമാകുന്ന നിക്ഷേപമാകുന്നത് അവന്റെ വാക്ക് കേട്ട് അനുസരിക്കുമ്പോഴാണ്. Praise the Lord. You become God's own people. You become His possession. You become someone who's more valued than anybody else on this earth. It's when you obey His voice and follow His commandments. ഈ ജനം മാത്രമായി ഇരിപ്പാനല്ല ദൈവം തിരഞ്ഞെടുത്തത്. God did not choose you so that you will remain, okay, my possession, okay, you remain as my possession. It's not for that. Praise the Lord. When He chose you to be my valued possession, He wants something to be done out of your life. ദൈവത്തിന്റെ വിശുദ്ധിയും ന്യായവും നീതിയൊക്കെ ഈ ലോകത്തിന്റെ മുൻപിൽ അവർ വെളിപ്പെടുത്തി കൊടുക്കണം. And they are the ones that are chosen as special possession. They should be the ones that show God's grace, His mercy, His righteousness, His judgment to all the people around them.
പരദേശികൾ നാം ഭാഗ്യശാലികൾ ഇതുപോ കണ്ടോണ്ടോ, മനസ്സിലായോ? ഇതുപോലെ ജാതി ഇല്ലാതാകുന്നത് സ്തോത്രം ആകുന്നത് ഇതുപോലെ അവർ പറയണമെങ്കിൽ അങ്ങനെ ആകണം. ദൈവിക സ്വഭാവം, ദൈവിക ജീവിത രീതി, ദൈവവിശുദ്ധി, ദൈവിക ന്യായം, നീതി, പ്രൈസ് ഇതെല്ലാം മറ്റുള്ള മുമ്പിൽ നമ്മിൽ കൂടെ എന്ത് ചെയ്യണം? വെളിപ്പെടുത്തണം. Praise the Lord. If you have to become a special group of people, a different clan, a different ones, people should say, these people are very different. They're not like us. They don't mingle with, they don't look like the ones that are in the world. If for that reason, you should be the ones that portray or show or reflect the light, the love, the righteousness, the judgment, everything of God to the people around you. Only then they can say that these people, group of people, are very different. 19:6 വായിച്ച് കണ്ടോ? കേട്ടനുസരിച്ച് സ്വന്തം ജനമായി തീർന്നാൽ ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾ ആരായിരിക്കണം? If you become a prized possession, then you will be a kingdom of priests and a holy nation to me. അപ്പം നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവും ആയിരിക്കണം. You need to be to me a group of people, a kingdom of priests to me, and a holy nation to me. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കൾ ഭൂമിയിൽ ദൈവത്തിനും ലോക മനുഷ്യർക്കും ഇടയിൽ ഒരു പുരോഹിതനെ പോലെ നിൽക്കണം. Praise the Lord. A priest is the one that stands on behalf of the people, representing the people before God. Okay? A priest is the one that represents man before God. A prophet is the one that shows himself on behalf of God to the people. So, priest, I want you in this world to stand between me, God says, and the people. Amen. Amen. Hallelujah. Hallelujah. നമ്മൾ ആരാണ്? Today, who are we? രാജകീയ പുരോഹിത. We are called the holy royal priesthood. എന്താണ് അതിന്റെ അർത്ഥം? What does it mean? ദൈവത്തെ ജനത്തെ അറിയിക്കണം. You are the ones that need to show through your life. You stand on behalf of people, representing the people before God. ജനത്തെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കണം. And you need to bring the people closer to God. നിങ്ങളുടെ വീട്ടിൽ സ്വന്തം പുരോഹിതനായ ഒരു വ്യക്തി എഴുന്നേക്ക്. വീട്ടിൽ ഞാൻ എൻ്റെ എനിക്കുള്ളവരെ ഞാൻ ദൈവത്തോട് ഈ ദിവസങ്ങളിൽ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വചനം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, ഉപദേശം കൊണ്ട്. പറയാൻ ഒരു മാതാവുണ്ടോ? ഒരു പിതാവുണ്ടോ? Is there anyone out here who can say, I'm a mother, I'm a father, I am the one that have been my family? Not everyone is into the Lord, but I stand like a priest for God, showing them the true path, showing the correct way and the way that they are. Am I mingling with them and showing that I'm neither of these? ഹലോ, ജോലി ചെയ്യുന്ന സ്ഥലത്ത്, In your workplaces, വിസിറ്റ് ചെയ്ത വീടുകളില് the house visits that you made the other days, കണ്ടുമുട്ടിയ ആൾക്കാരില്, the people that you encountered with on daily basis, ഈ സ്ഥാനം വഹിച്ച ഒരു വ്യക്തിനകത്തുണ്ടോ? is there at least one person who said, I bear the fact that I've got the seal of a priesthood upon me and I'm standing here representing my God? Have any of you done this in places you went to? യേശുവിനോട് അടുപ്പിച്ച, ദൈവത്തോട് അടുപ്പിച്ച, സ്തോത്രം, ദൈവത്തെ കുറിച്ച് പറഞ്ഞ, is it anyone മാത്രമല്ല അടുപ്പിക്കണം. you brought anyone closer to God, showed anyone about Christ Jesus? പുരോഹിത വർഗമാണ്. You are a chosen, your royal priesthood, a chosen generation, the special people of God. നമ്മൾ ദൈവത്തിൽ നിന്ന് പലതും ചോദിക്കുകയാണ്. We ask God, I want this, I want that, I want so many gifts, I want so many blessings. എൻ്റെ ഉത്തരവാദിത്വം എന്താണ്? But what is your responsibility? What have you done for God? എന്തിനാ എന്നെ തിരഞ്ഞെടുത്തത്? Why did you choose me, God, and what am I done for you? എൻ്റെ കുടുംബത്തിൽ വേറെ ആരും ഇല്ലായിരുന്നോ? In my family there were so many people out there. സമൂഹത്തിൽ വേറെ ആരും ഇല്ലായിരുന്നോ? In the society there were so many people. അവ എൻ്റെ കൂടെ പഠിച്ചവരിൽ എത്രയോ പേരുണ്ട്. There were many that have studied with me. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എത്രയോ പേരുണ്ട്. Many that worked with me. എന്തിനാ എന്നെ തിരഞ്ഞെടുത്തേ? Why did you choose me from out of all of എന്തിനാ them? എന്നെ തിരഞ്ഞെടുത്തേ? Why did you choose me, Lord? ആർക്കും ഇല്ലാത്ത ശോധനയിൽ കൂടെ എന്നെ എന്തിനാ വിട്ടത്? Why did you send me through trials and through stress and through tribulations in comparison to the other people around me? Why? 1 പത്രോസ് 2:9-10 വായിക്കുമ്പോൾ
ആ തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും. കണ്ടോ നമ്മുടെ പൊസിഷൻ നോക്ക്. See your position in the നമ്മുടെ Lord. പൊസിഷൻ നോക്ക്. See what your position and my position is in the Lord. the spiritual position നോക്ക്. See your spiritual position in the Lord. ഈ പൊസിഷനിൽ നിന്ന് ഉത്തരവാദിത്വം വഹിക്കുന്ന ആരുണ്ട്? How many of you understanding your calling? You're an elect race, you're a royal priesthood, a holy nation, a people, a peculiar people for God, God's own possession, having such a status, a position. How are you getting പിന്നെ others ഇങ്ങനെ to the Lord? ദൈവരാജ്യം വ്യാപ്തിയാകുന്നത്? How do you think if you're not fulfilling your role, if you're not doing your duty, how do you think you're going to work towards expansion of the kingdom of God? അപ്പൊ ലോക ശത്രു അവന്റെ ഈ അദർശ്യ ലോക ഇരുളിന്റെ ശക്തികൾ അത് ശക്തമായി പോരാടാനും ശക്തമായി എതിർക്കുവാനും ദൈവജനത്തെ ഉപദ്രവിക്കുവാനും ഒക്കെ ശക്തമായി തീർന്നതിന്റെ കാരണം എന്നെ കുറ്റം പറയണ ഞാൻ. That is my mistake. Hallelujah. That is my mistake. Praise the Lord. Everything that you'll see happening across the world today, children of God, we are being tormented. Many of them are being persecuted. Many of them are being slain. Why? Because you and I, God said, I set you as a watchman to guard the land where I placed you in. And watchman, what has happened over the night? Do you know? You didn't know. Why? Because you and I were fast asleep in all the comforts He gave. You and I were fast asleep, and we didn't know what happened over the night. And you and I are held accountable for everything that's happening. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. Amen. അവിടെ 6-ാം വാക്യത്തിൽ വായിച്ചത് 19:6 വിശുദ്ധ ജനം, നിങ്ങൾ രാജകീയ പുരോഹിതവും വിശുദ്ധ ജനം എന്നുള്ള വാക്കിന്റെ അർത്ഥം, What is the meaning of a holy nation? ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടു എന്നർത്ഥം. Praise the Lord. Holy nation meaning this. There were so many nations out there, but I chose a group of people to be a holy nation. Like I am holy, be ye also holy. So I select you separately to be for myself a holy nation. ഫസ്റ്റ് പീറ്റർ 1:17-18 വാക്യങ്ങൾ, അല്ല 2-ന്റെ 5, 9, 10 വാക്യങ്ങൾ വായിച്ചു. അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകളെ. ഞാനിത് പ്രസംഗിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ഇതങ്ങ് വായിക്കുക. എന്നെ കുറിച്ചുള്ള ഉത്തരവാദിത്വം എന്താണ്? എന്നെ കുറിച്ചുള്ള ഉത്തരവാദിത്വം. It's not that I preach about it. You got Bibles, read through your Bibles as to why He chose you. അല്ലാതെ ഞാനെന്ന് ചേർക്ക്, ഞാനും ജീവനുള്ള കല്ലുവെന്ന പോലെ. You need to say, I also as living stone, ആത്മീയ ഗൃഹമായി I am built into the spiritual house യേശുക്രിസ്തു മുഖാന്തരം to be a holy priesthood, ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം to കഴിക്കത്തക്കവണ്ണം offer spiritual sacrifices വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് acceptable to God through Jesus Christ. I have been chosen to be this. എന്താണ് പുരോഹിതന ശുശ്രൂഷ? What is the role of a priesthood? Priest. അടുത്ത അത് 7-ാം വാക്യം, 9-ാം വാക്യം. തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. വിശുദ്ധ ജനം എന്ന് പറഞ്ഞാൽ ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവർ. You are a group of elect race, a royal priesthood that has been chosen separately for God. ലോകത്തിൽ നിന്ന് വേർപെട്ടവർ. You've been separated from the world, ജാതികളിൽ നിന്ന് വേർപെട്ടവർ. from out of the Gentiles. ഇരുളിൽ നിന്ന് വേർപെട്ടവർ. You've been chosen from out of the പിശാചിൽ നിന്ന് darkness. വേർപെട്ടവർ. You've come out of the devil's realm. ഭയങ്കര വേർപാടാ ഇത്. This separation പ്രകൃതിയിൽ altogether. നിന്ന്, ഇരുളിൽ നിന്ന്, ജാതികളിൽ നിന്ന് ഒക്കെ ദൈവം നമ്മെ വേർതിരിച്ചതാണ്. God chose you, from out of the darkness, from out of everything else in this world, from out of all the nations. He chose you to be separate for Him. ആമേൻ. നോക്ക് Revelation 1:6. Revelation 1:6 നോക്ക്. നമ്മെ സ്നേഹിക്കുന്നവനും തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും. ആമേൻ. ഹല്ലേലൂയ. രാജകീയ പുരോഹിതനാക്കി മാറ്റി. 5-ാം അധ്യായം 10-ാം വാക്യങ്ങൾ വായിച്ചു. അതിന്റെ Revelation 5:10. Revelation 5:10. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും
പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ അപ്പൊ പാടുന്നു. നമ്മുടെ പൊസിഷൻ നോക്കിക്കേ. Look at our position in the spiritual realm. നമ്മുടെ See what your position നമ്മുടെ is. ഉത്തരവാദിത്വം നമ്മൾ ചെയ്യാതെ Without doing our responsibilities, നമ്മൾ ദൈവത്തോട് ഇങ്ങനെ പലതും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. we only ask God, give like the leech does. Give me more, give me more. We keep asking that. നിന്നെ വിടുവിക്കാൻ മാത്രമാണോ ദൈവം തിരഞ്ഞെടുത്തേ? Why did God choose you? It's only to deliver you from out of your നിന്നെ headache, രക്ഷിക്കാൻ your വേണ്ടിയാണോ? cough, your sickness, your fever. Is that why God selected you and chose you to give you deliverances all the while in your journey? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. ഇസ്രായേൽ പാപപരമായ ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണം എന്നാണ് ദൈവം ആഗ്രഹിച്ചത്. God always wanted his children to be separate. Be separate. Be holy. Be exempted from all the sinful life that you're leading. Be very different. Very different. Very, very, very different in every realm. Nothing. You and the world should be far apart. Poles apart should you be. Not mingling with the world. തിരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് The reason why God chose you, പ്രത്യേക അനുഗ്രഹങ്ങൾക്ക് മാത്രമല്ല, not to bestow upon you special gifts, മറിച്ച് അവരിലൂടെ but through him, തന്റെ മഹത്വവും വിശുദ്ധിയും ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ. he wanted to show his majesty. He wanted to show how great, what a sovereign Lord he is. He wanted to show that to the world through your life and my life. അപ്പൊ ദൈവം നമ്മെ വിളിച്ച് നമ്മെ അനുഗ്രഹിക്കുക മാത്രമല്ല. God did not choose you only to bless you. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പ്രൈസ് ദി ലോർഡ്. നമ്മളെ അനുഗ്രഹിക്കുക മാത്രമല്ല, God chose you not only to bless you, മറിച്ച് അതിലൂടെ but through you, അവൻ തന്റെ മഹത്വവും വിശുദ്ധിയും ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കും. he wanted to show his majesty. He wanted to show his holiness to the people around. ഹല്ലേലൂയ. Hallelujah. നമ്മൾ ഇന്ന് അനുഗ്രഹം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. Today we say only blessings. ദൈവം എന്നെ അനുഗ്രഹിച്ചു. God bless me. എനിക്ക് നല്ല വിദ്യാഭ്യാസം തന്നു. I gave me എനിക്ക് നല്ല God ജോലി education, good എനിക്ക് work. വീട് തന്നു. I've got a എനിക്ക് house. ഊട് തന്നു. I've എനിക്ക് got വാഹനം തന്നു. vehicles. എനിക്ക് കുടുംബം തന്നു. Give me family. എനിക്ക് മക്കളെ തന്നു. Give me children. അനുഗ്രഹം മാത്രം. Blessing. He's given you a lot of എന്നിൽ കൂടെ blessings. മറ്റുള്ളവർ ദൈവത്തിന്റെ വിശുദ്ധി എത്രത്തോളം ഇത്ര നാളായിട്ട് അത്ര പേര് അറിഞ്ഞു. Praise the Lord. But through my life and everything God gave me, how many were able to understand that they are a very different group of people, ദൈവത്തിന്റെ very മഹത്വം holy? എത്ര പേര്? How many came to know about the glory of God through your life? എന്നെ രക്ഷിച്ച രക്ഷയെക്കുറിച്ചുള്ള വഴിയെ എത്ര പേരോട് പറഞ്ഞു? To how many have I shared the salvation experience that I received? To how many have I shared through my life, through my mouth? Did I open up my mouth to share about God to anyone? ഈ 2025 വരെ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തു? 2025 has gone by. What have I done? Now this month is coming to an end as well. What have I done for my Lord? അപ്പം വിലപ്പെട്ടതും പുരോഗതി തുല്യമായ ഒരു ജനതയായിരിക്കുക എന്ന പദവി ദൈവം നമുക്ക് നൽകുമ്പോൾ രണ്ട് പ്രധാന വ്യവസ്ഥകളെ ആശ്രയിച്ചിരിക്കുകയാണ്. When God says that you have to be a kingdom for God, a holy nation, and a royal priesthood, then there are two important things that we need to take note of. Note it that. ഒന്ന് One, praise the Lord, അവർ ദൈവശബ്ദം കേൾക്കണം. they should be ones that listen to the voice of the Lord. അതിൻ്റെ അർത്ഥം ആത്മനിഷ്ഠമായ ഉത്തരവാദിത്വം, Meaning, സ്പിരിച്വൽ പഞ്ച്വാലിറ്റി ഉണ്ടായിരിക്കണം. you should have spiritual punctuality in your life. ആത്മനിഷ്ഠത. Meaning, being punctual in fulfilling your duties towards God's kingdom. Praise the Lord. Praise the Lord. അപ്പോൾ ഒന്നാമത്തത് ആത്മനിഷ്ഠമായി അവന്റെ ശബ്ദം ഞാൻ ഉറക്കെ പറഞ്ഞ ദൈവശബ്ദം കേൾക്കണം. I need to be very punctual in listening to the voice of the Lord. രണ്ട്, അവർ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കും. And they should be the ones that obey the commandments of the Lord. വസ്തുനിഷ്ഠമായ ഉത്തരവാദിത്വം. We've got responsibilities towards kingdom. ആമേൻ. ആദ്യത്തെ അവസ്ഥ എന്ന് പറയുന്നത് ആത്മനിഷ്ഠയാണ്, ഉള്ളിൽ നിന്നായിരുന്നു. And when you say the first thing being punctual, that is with regards to your spiritual realm. Spiritually you need to be so. ദൈവശബ്ദം കേൾക്കുന്ന പുറത്തുനിന്നല്ല. So when you hear the voice of the Lord, it's not with your ear, your external ear that you hear, it's with your spiritual ear, which is on the inside. മനോഭാവത്തിനനുസരിച്ചിരിക്കും
ദൈവശബ്ദം കേൾക്കുന്നത്. Hallelujah. It's depending on how your inside, your inner man is. Based on how your inner man is, only then can you hear God's voice. എന്തുകൊണ്ടാണ് നമ്മൾ തീരുമാനമെടുക്കുന്നത് നമുക്ക് ചെയ്യാൻ പറ്റാത്തത്? Many times we take so many decisions, but why is it that we are not able to fulfill them? ഇപ്പൊ ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ എല്ലാവരും ചില കാര്യങ്ങൾ അങ്ങ് പറയാണ്. So when we listen to the word today, we say, okay, from today on I'm going to do this and this and that. But then how many things have we done? ഇപ്പോൾ നമ്മൾ ദൈവ സാന്നിധ്യത്തിലും ഈ സമയം നമ്മൾ ദൈവ സാന്നിധ്യത്തിലും At this moment we are in the presence of God. വചനത്തിന്റെ മുമ്പിൽ നിൽക്കുക. We are standing or sitting before the word of God. ഇപ്പോൾ ആരാധനയ്ക്ക് വന്നപ്പോൾ തന്നെ പലരും കരഞ്ഞു. Many that came to the worship, they were crying in the presence of God. ചില തീരുമാനം എടുത്ത് എത്താമേ ഞാൻ പൊടിച്ചു നേരോട് കൊടുത്തിരുന്ന് പ്രാർത്ഥിക്കുമെന്നൊക്കെ പറയാണ്. Many of us took a decision that from today on I'm going to sit in the presence of God, pray much more time. അപ്പോൾ എനിക്ക് ഒന്നുകൂടെ ദൈവത്തോട് അടുക്കണമെന്നൊക്കെ തോന്നുകയാണ്. Many of them feel that I need to be even more closer to my God. പക്ഷേ ഇച്ചിരി നേരം കഴിയുമ്പോൾ എല്ലാം തീർന്നു. And after some time it's all gone. എന്നാൽ അകത്തെ മനോഭാവമാണ് വിഷയം. What your attitude or what decision you've taken on the inside is important. അവിടെ നാഗലാൻഡുകാരൻ ആ ഗോത്രക്കാരൻ പറയുന്ന പോലെ നമുക്ക് വെളിയിൽ ഇറങ്ങിയാൽ എവിടെ നിന്നാലും പറയണം I have decided to follow Jesus. I have decided to follow Jesus. I have decided To follow Jesus. no turning back, No turning back. no turning back. No turning back. ഭാര്യയെ നോക്കുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കത്തില്ല. No, some of them take a decision in the church, but the moment they go out of this place, they're totally different. They look at their wives and they're so afraid. They say, okay, no, I will not take decision like that. Hello husband, darling. So we want to go to market some purchasing something. Okay, my decision is changed. So they decide, okay, we're going to sit and pray. And then the husband says, how about we just go out, just go out together as a family, go loafing around and come. And then that decision again changes. Decision, മനോഭാവം, ആന്തരിക മനോഭാവം അനുസരിച്ച് ദൈവശബ്ദത്തിന്റെ കേൾവി നഷ്ടപ്പെടും. Praise the Lord. The decisions that you take within, saying that I am going to, till the time I see a deliverance for me, my family, I'm going to sit in the presence of God, and there's nothing which is going to take me away from His presence. And then comes this call, and then you say, forget about all of that. That can come even tomorrow. Who knows if you're going to be alive tomorrow or not? But okay, that will come later on. And then you leave that and you go behind the things of the world. That's not your internal. അപ്പോൾ ബോസ് ഫോൺ ചെയ്തു. ബോസ്, ഹലോ ജോൺ, യെസ്, ആർ യു ഫ്രീ? യെസ്, ഓക്കെ, ഐ വിൽ സെൻഡ് some programs. Please, you can do? I will check it. I will do it. No, is this boss? Hello, sir. No, I have no time today. That is my praying time. You can challenge. Anybody can say challenge. Any of you take a challenge saying, ദൈവശബ്ദം കേൾക്കുന്ന today. സമയം, ദൈവത്തോട് സംസാരിക്കുന്ന സമയം, ദൈവാലോചന കേൾക്കുന്ന സമയം. Can you take a decision saying that no, I will not, because this is my weekly routine. I need to, or monthly routine, or a daily routine, that I need to go into the presence of God, and this time I will not set separate for something that came in just yesterday into my life. That was never guaranteed in my life before. Because I was coming to presence of God, God gave me things in my life. Okay, now I'm not going to go behind those things, but rather the one that gave me those things, if I hold on to Him, the rest of things will fall in line. Why don't you take a decision like that? സമൂഹത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, കൂട്ടുകാർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി നിന്നെ യൂസ് ചെയ്യുമ്പോൾ നീ ഓർത്തോണം, നിന്നോട് എൻ്റെ ദൈവം സംസാരിക്കേണ്ട സമയമാണ്. നിന്റെ ജീവിതത്തെ പുറത്തെ അന്യന്റെ ശബ്ദം കേട്ട് നിന്നെ വശീകരിച്ചു കൊണ്ടുപോകുമ്പോൾ ദൈവത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് നീ പുറത്തു പോകുകയാണ്. Many times God puts us in circumstances, in situations. He's hedged you. God's word says, I've hedged you from behind and before. I put a fence around you, and I put shoulder on your burden. I put shoulder on your burden. I put burden on your shoulders. You cannot look anywhere. And despite that, when God is putting you into a place where you cannot run away from there, you are there in that place, you should understand it's for a specific purpose that God has put you there, and there no
seeking loopholes, no seeking ways of escapism, not wanting to run away from prayer life, not wanting to run away from fellowship. But Lord, you put me into a place, you bowed me from behind it before, you hedged me from behind it before, and you laid your heavy burden on my back. Understanding why God did this in your life, you need to follow the voice of God, not hear the voice of the strangers that will tomorrow no way help you. It has never helped your fathers, it has never helped those that have gone away from God. So understand, be very careful in your decisions. ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ആത്മനിഷ്ഠതയ്ക്ക് ഞാൻ ഒരു മാറ്റം വരുത്താൻ ഞാൻ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ആലയം ഇവിടെ വന്നത്, ഈ നില വന്നത്, അവൻ ഡാഡിയും മമ്മിയൊക്കെ മരിക്കുന്നതിന് മുൻപേ സ്പിരിച്വൽ ഡിസിപ്ലിനായി വന്നത്, ടൈം പഞ്ചാലിറ്റിയിൽ വന്നത്, ഇതൊക്കെ എൻ്റെ ലൈഫ് നോക്കിയാണ്. I've taken with the decision that I've made in my life. The reason why you see this church here today is because I never compromised with my father-in-law, never compromised on the word of my mother-in-law, never compromised on the word of my wife, never compromised on the word of my children. But whatever duty that I had to do towards not compromise as to what my friends, associates, all of the people around me say, no, my decision I took was inside, and I am right before God. And that's the reason you see this church here today, is because I am very punctual in fulfilling my duties towards my God's kingdom. അതെന്നെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. Praise the Lord. That you might not see anything today, but even if it's not seen during his lifetime or his family's lifetime, there's a time when God will bring all of the hard work and the toil that the man of God has done today. Tomorrow it would be seen, visible, and the generations to come will say, yes, our father did this, and that's the reason why it's being blessed. Like I can say, my mother did this, and that's why we are blessed today. ഇന്നലെ മീറ്റിങ്ങിന് വരാത്തവർക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ നിങ്ങളെ കേൾപ്പിക്കേണ്ടത് കേൾക്കാൻ പറ്റുമോ? ഈ നഷ്ടം എവിടെ നികത്താൻ പറ്റും? Yesterday, what you had to hear, ഇവിടെ ഇരിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ട് ഒരാഴ്ച സ്കൂളിൽ പോയില്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന വേദന ഒന്ന് ചിന്തിച്ചു നോക്കാൻ. നിങ്ങൾക്കൊന്ന വേദന ഒന്ന് ഒരു കൊച്ചു ഒരു മാസം സ്കൂളിൽ പോയില്ല, എക്സാമാണ് ഇങ്ങനെ വീശു വിരലിട്ടും അടിക്കുക. എക്സാമാണ്. നിന്നെ സൃഷ്ടിച്ച നിന്റെ കുഞ്ഞിൻ്റെ സകല ഭാവിയും കയ്യിലിരിക്കുന്ന സകലത്തിൻ്റെ ഉത്തരവാദിത്വമുള്ള പരമാധികാരിയായ എൻ്റെ അപ്പൻ്റെ ശബ്ദം കേൾക്കുന്നതിന് നിന്റെ മനോഭാവം എന്താണ്? many times when our children don't go to schools, what we do is we go sit over there, write down all the notes, go beg, borrow, do all this from the teachers, from the classmates. We take books, we ensure that they're up to date on everything. How many of you, having not heard the word of God yesterday, do you forbid yourself from having your one meal a day? You would learn to have it. What about your spiritual man that missed hearing or listening? You might say, I would have taken it from my uncle, from my auntie, my grandfather, my grandmother gave me the notes. But how much the Spirit had to talk to you yesterday, were you able to hear from the word of the Lord? In whose hands is my life? In whose hands is my future? My descendants that are going through struggle. In whose my career, my education, my future life, the children's future, in whose hands is it? If you lose your job today, they say they find someone who's more talented than you and throw you out. Will you then go begging behind God, or will you seek him today? മാർത്തയ്ക്ക് യേശുവിന്റെ അടുക്കൽ ഇരിക്കാൻ കഴിയില്ല. Martha was always complaining that she could never sit in the presence of God. അവിടെ അകത്തെ ആന്തരിക നില പലതിനെ കുറിച്ചാണ്. എന്ത് കൊടുക്കും, എങ്ങനെ എടുക്കും. She was so worried about so many things. What will I do? What will I do? What will I do? She was always thinking about that. മറിയ വേറൊന്നും ചിന്തിക്കുന്നില്ല. Mary didn't have anything else to think about. കൂടുതൽ അവനെ കേൾക്കണം. She said, I want to sit at his feet. I want to hear more from him. I want to sit more and more. I want to be more closer to him. That's her only intention in life. ആന്തരിക മനോഭാവത്തിനനുസരിച്ച് മാത്രമേ
ദൈവശബ്ദം കേൾക്കാൻ പറ്റും. Hallelujah. Based on your response from the inside, your inner man, based on his condition, how he is, like the field which is ready with all the plowing done, everything ready, it's just waiting so that the seed would be sown. Likewise, if your inner man is all plowed, all ready, then immediately you're able to hear the voice of the Lord. അവൻ ദൈവത്തെ രണ്ടാമത്തെ കാര്യം, അവൻ ദൈവവചനത്തെ കൽപ്പനകളെ അനുസരിക്കും. Second of all, one is the punctuality of the inner man. Second of all, he'll obey the voice of the Lord. ആമേൻ. കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നവരെ പ്രാർത്ഥനാപൂർവം കാത്തിരിക്കാൻ പ്രേരിപ്പിക്കാം. Those that wait upon the Lord, those that hear the voice of the Lord, they will be prayerfully seated in his presence. രണ്ടാമത്തെ വ്യവസ്ഥയിൽ നിന്ന് പുറത്തു നിന്നാണ്. Second is one, your inner man. Second is the outer self. എന്ന് പറഞ്ഞാൽ ലോക ജനതയ്ക്ക് കാണാൻ കഴിയുന്ന ഭാഗ്യപ്രവർത്തികളിലൂടെ അവർ ദൈവവചനം അനുസരിച്ച് ജീവിച്ച് കാണിക്കും. They will receive the word of the Lord inside, and from the inside will come the changes that is reflected through the outer man. And when the changes are seen by the world outside, others are drawn to Christ. എന്നോട് ചേർന്നൊരു നാഴിക ഉണർന്നിരിക്കാമോ, ഒഴിഞ്ഞു പോകാൻ മാർഗമിതല്ലയോ. നിങ്ങൾ കേൾക്കേ, very busy Saturday, no, not time. You are very busy, very tension, very knowledge. But ദൈവമാണ് നോക്കുന്നത്. മോനെടാ, നിനക്ക് ഈ പൊസിഷൻ തന്നെ ആരാ, നിനക്ക് ഈ ബുദ്ധി തന്നെ ആരാ, നിനക്ക് ഈ ജ്ഞാനം തന്നെ ആരാ. അതാണ് സദർശവാക്യത്തിൽ ഞാൻ എന്നെ വിളിച്ചു, നീ കേട്ടില്ല, നീ അനുസരിച്ചില്ല, നീ എന്നെ വിളിക്കും, ഞാൻ. Praise the Lord. Hallelujah. You say, when man of God says, come for prayer meeting, you say, I'm very busy, so many things scheduled up, so many things lined up, I need to do this, it's mandatory that I have to do so many things. Whom are you giving excuse to? You're not giving excuse to the man of God, but rather you're giving excuse to God, the one that created you, did everything for you, gave his last drop of blood on the cross of Calvary. You are giving excuse to him by not wanting to listen to his word. Hallelujah. Hallelujah. Amen. ആമേൻ. സ്തോത്രം. മറ്റുള്ളവർ കാണത്തക്ക നിലയിൽ അവന്റെ വാക്കുകളെ കേട്ട് അനുസരിക്കണമായിരുന്നു. We should be the ones that, when people look at you, say, okay, what is this that makes him very different from the others? This person is not like the others. So that is because you have that relationship with your God, very close relationship. And so that comes, you heed to him, you're very punctual on the inside, your spiritual life. And as based on that, what comes out of you will draw others to Jesus Christ. പ്രാർത്ഥനയിൽ കൂടെ, through prayer, ദൈവവചന ധ്യാനത്തിൽ കൂടെ, through meditation of the word of the Lord. ഇന്ന് ഈ മെസ്സേജിൽ കൂടെ ദൈവം എന്നോട് സംസാരിച്ചു. നിങ്ങൾ ആരെങ്കിലും കേട്ടവരുണ്ടോ? How many of you can say, yes, Lord, I submit my life to the word because this word has spoken to my own heart. എന്നെ തിരഞ്ഞെടുത്ത് എന്തിനാ? Lord, you have chosen me for what reason? എന്നെ വിളിച്ചത് എന്തിനാ? Why did you call me out of so many people? ദൈവമേ, എന്റെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ ചെയ്യാതെ പോയല്ലോ. Lord, many times I've been slack in doing my responsibilities towards your kingdom. കർത്താവേ, എന്നോട് ക്ഷമിക്കണേ. God, pardon me. ഈ 2026 In 2026, ദൈവമേ, എന്റെ കിട്ടുന്ന സമയങ്ങൾ, Lord, the time that you give unto me, ഞാൻ എന്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ എന്നെ ശക്തീകരിക്കണം. God, strengthen me to fulfill the duty നീ towards your kingdom. ആത്മീയമായി എന്നെ അനുഗ്രഹിക്കണം. Lord, you need to bless me spiritually. എത്ര പേര് തീരുമാനമെടുക്കും? സഹോദരിമാരായ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? We have a decision. How many do you desire? ഞാൻ ദൈവഹിതത്തിനായി എന്നെ സമർപ്പിക്കുന്നു. Lord, I submit according to your will. ദൈവഹിതത്തിനായി എന്നെ സമർപ്പിക്കുന്നു. I submit myself to your നിന്റെ will. ഇഷ്ടത്തിനായി എന്നെ സമർപ്പിക്കുന്നു. I give myself to your will, Lord. കർത്താവേ, ഞാൻ നിന്റെ ഇഷ്ടത്തിനായി സമർപ്പിക്കുക. I give myself to your will. എന്റെ മുമ്പിൽ എത്ര നാളുണ്ടെന്ന് ഞാൻ അറിയുന്നു. I do not know the lifespan before me. നീ എത്ര സമയമുണ്ടെന്ന് ഞാൻ അറിയുന്നില്ല. I don't know, Lord. എനിക്ക് ലഭിക്കുന്ന സമയം The time that you give to me, അങ്ങേക്ക് വേണ്ടിതാ. I will use it for your ഞാൻ glory. സമർപ്പിക്കുന്നു. For you I submit. To you I submit. I do submit to you. All to Jesus I surrender. All to thee my freely give. I will love and trust in His presence.
presence daily live. I surrender all. I surrender all to Thee, my precious Savior. I surrender all to Jesus. I surrender. Very precious, all forsaken, dear me Jesus, I surrender. എത്ര പേര് സമർപ്പിച്ചുകൊള്ളുന്നു. Oh, surrender. Jesus, I surrender. Let me, Savior, holy touch. Let me feel Holy Spirit, truly know that I surrender. I surrender all to Thee, my blessed Savior. I surrender all to Jesus. I surrender all. I give myself to Thee. With love and power, let the blessings fall on me. I surrender. Everybody sing together.